ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പുട്ടും കടലയും കഴിക്കാൻ തോന്നി. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ പോയിട്ട് പുട്ടും കടലയും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ഷോർട്സും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കഥയും കൂടെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഏകദേശം ഒരു 2-2.5 കൊല്ലം മുന്നേ ഞാൻ വിചാരിച്ചതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന്. പക്ഷേ എന്തോ മടീനെ കൊണ്ട് ഞാൻ തുടങ്ങിയില്ല. അന്നൊക്കെ ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എവിടെ എത്തിയേനെ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള പേരിൽ മാത്രം ഞാനൊരു ഐഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിയാറായി. പക്ഷേ ഇതുവരെ പ്രോപ്പറായിട്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുക്കും, പക്ഷെ അപ്ലോഡ് ചെയ്യില്ല. പിന്നെ എടുക്കും, പിന്നെ അപ്ലോഡ് ചെയ്യില്ല. ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് തുടർന്നുകൊണ്ട് പോയി. ജർമ്മനി വന്നപ്പോൾ വിചാരിച്ചു ഓക്കെ ഇവിടുത്തെ കുറേ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ വീണ്ടും തുടങ്ങാം. പക്ഷേ എവിടെ സമയവും കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ എന്തോ എണീറ്റപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര റിഗ്രറ്റ് തോന്നി. ഓക്കെ ആരും കാണുന്നില്ലെങ്കിലും ആരൊക്കെ കണ്ടാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഏതെങ്കിലും ചെയ്യണമെന്ന്. കാരണം ഇപ്പം എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. സാറ്റർഡേയ്സ് ആൻഡ് സൺഡേയ്സ് വേറെ എനിക്കൊന്നും ചെയ്യാനുമില്ല. ഈ ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക എന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത്, അതായത് നമ്മളൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചെയ്യുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സത്യമാണ്. കാരണം എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും മടി പിടിച്ചിട്ട് ഞാനത് ചെയ്യാണ്ടിരിക്കാറാണ് പതിവ്. അങ്ങനെ ഇന്നത്തെ ദിവസം പതിവ് പോലെ ആക്കാതെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതി. ആ ടു ഡു ലിസ്റ്റിലുള്ള എല്ലാം ഇന്ന് ഞാൻ ചെയ്ത് തീർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം അങ്ങനെ മറന്നുപോയി. അതെൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി മുതൽ ഞാൻ മാക്സിമം യൂട്യൂബിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എനിക്ക് തന്നെ കാണാൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കാണാം. ഇതിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ആരും അധികം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നും എനിക്കറിയാം, ഇതാരും കാണാൻ പോകുന്നില്ല എന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും, ലോങ് ഫോമായിട്ടും ഷോർട്ടായിട്ടും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല മടിയാണ്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എനിക്ക് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം അത് ചെയ്യാണ്ടിരുന്നത്. പക്ഷേ എന്നും രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ മുന്നെയോ എപ്പോഴെങ്കിലും ഒരു 10-20 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ടു ഡു ലിസ്റ്റിൽ ചെയ്യാനുള്ള പകുതി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ലോണ്ട്രിയും അതേപോലെ കുറച്ച് ഇമെയിൽസിന് റിപ്ലൈ ചെയ്യാനുള്ളതും ഈ ഷോർട്സിൻ്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നതും ചർച്ചിൽ പോകുന്നതും വരെ ഞാൻ തീർത്തു. ഞാനിന്ന് ചർച്ചിൽ പോയി. ഇനി എനിക്ക് ബാക്കിയുള്ളത് എക്സസൈസ് ചെയ്യണം, ബുക്ക് വായിക്കണം, റൂം ക്ലീൻ ചെയ്യണം, എൻ്റെ കോഴ്സസ് കുറച്ച് തീർക്കണം, പിന്നെ ഒന്ന് കുളിക്കണം. ഇതും കൂടെ തീർത്താൽ ഇന്നത്തെ ഡേ ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും തീരും. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നല്ലൊരു ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കുടിച്ച് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഫേവറേറ്റ് പുട്ടും അതേപോലെ തന്നെ കടലയും കൂടെ കൂട്ടി കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കട്ടെ.